ഈ വീഡിയോ സ്പെസിഫിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു കടത്തിൽ നിന്ന് ഒഴിവാകുന്നുള്ള പറയുന്നത്. ഇപ്പോൾ കടത്തിൽ നിന്ന് ഡെറ്റ് ഫ്രീ ആവാനായിട്ടുള്ള ഒത്തിരി സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് സ്നോബോൾ സ്ട്രാറ്റജി എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോണത് സ്നോബോൾ സ്ട്രാറ്റജി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മഞ്ഞിൻ്റെ ബോളിൽ, അപ്പോൾ മഞ്ഞിൻ്റെ ബോൾ എന്ന് വെച്ചാൽ ഇത്തിരി ചെറിയ ബോളായിരിക്കും, അതിങ്ങനെ ഉരുണ്ട് വലിയ ബോളായിട്ട് ഇങ്ങനെ സംഭവിക്കും. അതാണ് ഈ സ്നോ ബോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് വളരെ ചെറിയ എഫേർട്ട് ഇട്ടിട്ട് എങ്ങനെ ഒരു വലിയ കടം ഒഴിവാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ US-ലത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിലൂടെ ഒത്തിരി ആളുകളുടെ കടത്തിൽ നിന്ന് ആളുകൾക്ക് മുക്തരാവാനും ഡെറ്റ് ഫ്രീ ആയിട്ട് ജീവിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതൊരു വളരെ ഡിസിപ്ലിനായിട്ടുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് എങ്ങനെ കടത്തിൽ നിന്ന് മുക്തരാവാന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നമുക്ക് ആദ്യം തന്നെ ഓരോ നമ്പർ ഇടാം, ഓരോ കടങ്ങൾ. അപ്പോൾ ഓരോ കടങ്ങളിൽ എന്താണ്, അപ്പോൾ നമുക്കെന്ന് ഡീറ്റെയിൽസ് ഒന്നും കൂടി ആക്കാം. അപ്പോൾ ഓരോ നമ്പർ ഇടുക, എന്നിട്ട് പിന്നെ എന്താണ് അതിൻ്റെ പർട്ടിക്കുലർ എന്ന് പറയുക, എന്താണ് ആ കടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു നമ്പർ ഇടുക, എന്നിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഹോം ലോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര രൂപ ഔട്ട് സ്റ്റാൻഡിങ് ഉണ്ടെന്ന് വയ്ക്കുക. ഇപ്പോൾ ഒരു 15 ലക്ഷം ഉണ്ട്. ഇനി ഇതിൻ്റെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയെന്ന് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ EMI എത്രയാണെന്ന് എഴുതി വയ്ക്കുക. ഇനി അടുത്ത കടം ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആണെന്ന് വയ്ക്കുക. എന്നിട്ട് ഇനി എത്ര രൂപ ചെറിയൊരു കടം ആണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു 50,000 രൂപയാണ് ബാക്കിയുള്ളത്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞാൽ ഏകദേശം ഒരു 24%. എത്രയാണ് EMI എന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ ഓരോരോ കടങ്ങളും ഇങ്ങനെ എഴുതി വയ്ക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഏറ്റവും അധികം നോക്കേണ്ടത് ചിലപ്പോൾ പല രീതിയിൽ ഇതിൽ പറയും, പക്ഷേ ഇതിൽ ഏറ്റവും കാര്യം നമ്മൾ ഏറ്റവും കുറവായിട്ടുള്ള ലോൺ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏറ്റവും കുറവായിട്ടുള്ള ലോൺ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ EMI അല്ലാന്നുണ്ടെങ്കിൽ മിനിമം പേയ്മെൻറ്റ് മാസം എത്രയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് എല്ലാ ലോണിലും കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി കൂടും, ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അങ്ങനെ ആ ലോൺ വളരെ അധികം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എത്രയാണോ EMI അല്ലെങ്കിൽ എത്രയാണോ മിനിമം പേയ്മെൻറ്റ് വേണ്ടത്, ആ മിനിമം പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ മിനിമം പേയ്മെൻറ്റ് അടച്ചിട്ട് കാര്യമില്ല, ബാക്കിയുള്ളതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി. പക്ഷേ നമ്മൾ ആ ലോൺ അങ്ങനെ തന്നെ നിൽക്കാനും എന്നാൽ ഗ്രോ ചെയ്യില്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു മിനിമം വേണ്ട. എപ്പോഴും EMI ആയിരിക്കും ഉദ്ദേശിക്കുക. ആ EMI വളരെ കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള ലോൺ എടുക്കുക. അതിലേക്ക് എക്സ്ട്രാ EMIയുടെ ഒപ്പം തന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ലോണ് ഇപ്പോൾ ഇതിൻ്റെ EMI ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു 5,000 രൂപ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 6,000 രൂപ കൂട്ടി ഒരു 1,000 രൂപ കൂട്ടി 6,000 രൂപ അടച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ലോൺ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ ലോൺ ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഒരു 6,000 രൂപ ഉണ്ടാവും നമ്മൾ മാസം എക്സ്ട്രാ. കാരണം ഈ ലോൺ തീർന്നു. ഈ 6,000 രൂപ ഈ EMIയുടെ കൂടെ കൂട്ടാം. അപ്പോൾ ഇതിൻ്റെ ലോണ് ഇപ്പോൾ ഒരു 25,000 വെച്ചാണ് നമ്മൾ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം തന്നെ 6,000 രൂപയും കൂട്ടാം. അങ്ങനെ 31,000 രൂപ അടച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇത് പെട്ടെന്ന് അടയ്ക്കുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ലോൺ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൽ ഏറ്റവും ടെക്നിക്ക് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ലോണാണ്, ഏറ്റവും കുറഞ്ഞ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉള്ള ലോണാണ് ആദ്യം അടച്ചിരിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു 5 ഡിഫറെൻറ്റ് ലോൺസ് ഉണ്ടെങ്കിൽ ഒരു ലോൺ കുറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ഒരു പേഴ്സണൽ കോൺഫിഡൻസ് നമുക്ക് വരും. അത് മതി അടുത്ത ലോണ് കുറയ്ക്കാനായിട്ട്. അങ്ങനെ ഓരോ ചെറിയ ഔട്ട്സ്റ്റാൻഡിങ് ലോണുള്ളത് കുറച്ചുകൊണ്ടിരിക്കുക. അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ സാധാരണ EMI കൂടെ എക്സ്ട്രാ കൂട്ടി അടച്ചുകൊണ്ടിരിക്കുക. അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുണ്ട അടച്ചിരുന്ന EMI അടുത്ത ലോണിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ ലോണും പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാവും. ഇതൊരു പെട്ടെന്നുള്ള അടയ്ക്കാനുള്ളൊരു സൂത്രപ്പണിയല്ല, ഇതൊരു സ്ട്രാറ്റജി മാത്രമാണ്. ഇത് ഡിസിപ്ലിനോടുകൂടി നമ്മൾ നമ്മുടെ ഡെറ്റിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ടൈം എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ഡെറ്റ് ഫ്രീ ആവാനായിട്ട് സാധിക്കും. ഇത് എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമ്മളായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ വിളിച്ചിട്ട് നിങ്ങളുടെ ഓരോ കടത്തിൻ്റെ ഡീറ്റെയിൽസും ഒരു പേപ്പറിൽ എഴുതി നമുക്ക് നമ്മുടെ ടീമായിട്ട് ഡിസ്കസ് ചെയ്യാനും അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാം. പിന്നെ വേറൊരു കേസും കൂടി ഉള്ളതെന്ന് വെച്ചാൽ ചില ഒരു കേസുണ്ട്, ചില ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ള അടയ്ക്കാനായിട്ട് നോക്കേണ്ട ഒരു സംവിധാനമുണ്ട്. അത് വേറൊരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയിൽ പറഞ്ഞെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ക്ലോസ് ചെയ്യേണ്ടത് ഏറ്റവും കുറവ് ഏതാണോ ഔട്ട്സ്റ്റാൻഡിങ് മണിയുള്ളത് അത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക്
ഇത് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്നുള്ള കോൺഫിഡൻസിൽ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.